ഹലോ ഹലോ ഹലോ. ഇപ്പം ചക്ക സീസൺ അല്ലേ, അപ്പം ചക്കക്കുരുക്ക് ഇഷ്ടം മരുക്കിട്ടാനുണ്ടല്ലോ. അതൊന്ന് കുറച്ചെടുത്തു, ക്ലീനാക്കി, കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പ് ഇട്ട് ഒരു 3 to 5 വിസിൽ വെക്കാം കേട്ടോ. അത് കുക്കാവട്ടെ. ഈ ടൈമിൽ പച്ചമാങ്ങ, മുരിങ്ങക്കോല്, പച്ചമുളക്, ഉള്ളി ഇതൊക്കെ ക്ലീനാക്കി എടുത്ത് വയ്ക്കാം. ചക്കക്കുരു വെന്തിട്ടുണ്ട് നോക്കാം. എന്നിട്ട് ഈ വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയണ്ട കേട്ടോ, അല്ലെങ്കിൽ ഗ്യാസാവും വിചാരിച്ചിട്ട് മുരിങ്ങക്കോലിട്ടു, ചൂടുവെള്ളം ഒഴിച്ചു മുരിങ്ങക്കോലിനെ കുക്ക് ചെയ്തെടുക്കണം. മുരിങ്ങക്കോലിന് ഒരു വിസിൽ വരണ്ട, അപ്പോഴേക്കും ഓഫ് ചെയ്യുക. പച്ചമുളക് ഇട്ടു, നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഒരു വിസിലിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും. അതവിടെ നിന്നാവട്ടെ. വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് പച്ചമാങ്ങ ആഡ് ചെയ്യാം. പച്ചമാങ്ങ നമുക്ക് പുളി അനുസരിച്ച് ആഡ് ചെയ്യാം. ഇവിടെ പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ 3 പീസ് തന്നെ ഇട്ടിട്ടുള്ളൂ. നല്ലോണം മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഒരു അരമുറി തേങ്ങ, അതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം കേട്ടോ, പിന്നെ ഒരു 3-4 ഉള്ളി അതും ഇട്ട്, പിന്നെ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. കാരണം ഈ ഒരു കളർ യെല്ലോയും അല്ല അങ്ങ് റെഡും അല്ലാത്തൊരു കളർ വരണം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. അടുപ്പിൽ വയ്ക്കുക. ഈ ടൈമിൽ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീനെ ഇത്തിരി എണ്ണയിലിട്ട് വറുത്ത് പൊടിച്ചതാണ്. അതും ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത സംഗതി സൂപ്പർ. പിന്നെ അതിലേക്ക് താളിച്ചൊഴിക്കും.